നമസ്കാരം. തുടങ്ങിക്കോട്ടെ. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൻ്റെ സമ്മേളനം ഫെബ്രുവരി മാസം 2 മുതൽ 9 വരെ പത്തനംതിട്ട ജില്ലയിൽ അയിരൂർ ചെറുകോൽപ്പുഴ എന്ന ഗ്രാമത്തിൽ ശ്രീ വിദ്യാധിരാജ നഗറിൽ നടക്കുകയാണ്. ആ സമ്മേളനത്തിൻ്റെ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ പത്രസമ്മേളനം നടത്തുന്നത്. ഞങ്ങളുടെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ കെ ഹരിദാസ്, ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ രാജ്കുമാർ, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ ജി കൃഷ്ണകുമാർ, ഞങ്ങളുടെ പ്രാദേശിക സമിതി തിരുവനന്തപുരത്തിൻ്റെ സെക്രട്ടറി ശ്രീ സന്ദീപ് തമ്പാനൂർ, ഞാൻ പബ്ലിസിറ്റി കൺവീനർ ശ്രീജിത്ത് അയിരൂർ. എല്ലാ മാധ്യമപ്രവർത്തകരെയും ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദു മത പരിഷത്ത് ഫെബ്രുവരി മാസം 2-ാം തീയതി ആരംഭിക്കുക. 8 ദിവസം പുണ്യനദിയായ പമ്പയുടെ തീരത്താണ് ഈ ഹിന്ദുമത പരിഷത്ത് നടക്കുന്നത്. പരിഷത്തിൻ്റെ തുടക്കം പരമഭട്ടാര വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ, അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും തൊട്ടുകൂടായ്മയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒക്കെ എതിരെ ശക്തമായ പ്രചരണം നടത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്നും മറ്റും ഉത്ബോധനം ലഭിച്ച കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനായ തീർത്ഥപാദ പരമഹംസ സ്വാമികളുടെ നേതൃത്വത്തിൽ പമ്പയുടെ തീരത്ത് 1913 ആരംഭിച്ചതാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലം. ആ ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഹിന്ദുമത പരിഷത്ത് നടക്കുന്നത്. ചട്ടമ്പി സ്വാമികളുടെ സമാധിസ്ഥലമായ പന്മനയിൽ നിന്ന് 30-ാം തീയതി ആരംഭിക്കുന്ന ദീപപ്രയാണം, ആ ദീപം അദ്ദേഹത്തിന്റെ സമാധിസ്ഥലത്തെ ക്ഷേത്രത്തിൽ നിന്ന് പകർന്നു നൽകുന്ന ആ ദീപം ആ ഘോഷയാത്രയായി വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടെ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 2-ാം തീയതി രാവിലെ പരിഷത്ത് നഗറിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ സ്വാമിയുടെ ആശ്രമം ആയിരുന്ന എഴുമറ്റൂർ ആശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്രയും അവിടെ എത്തിച്ചേരും. പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള പതാക ഘോഷയാത്രയും അവിടെ എത്തിച്ചേരും. അതേപോലെ തന്നെ ഈ വർഷം കൊട്ടാരക്കര സദാനന്ദ ആശ്രമത്തിൽ നിന്ന് അവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ ഒരു പദയാത്ര ആരംഭിച്ച് 30-ാം തീയതി ആരംഭിച്ച് 2-ാം തീയതിയോടുകൂടി അത് ചെറുകോൽപ്പുഴയിൽ എത്തിച്ചേരും. അങ്ങനെ ഈ 4 ഘോഷയാത്രകളും കൂടി സമ്മേളിച്ചാണ് ആ പരിഷത്ത് നഗറിലേക്ക് പ്രവേശിക്കുന്നത്. പന്മനയിൽ നിന്ന് കൊണ്ടുവന്ന ജ്യോതിപ്രയാണം അവിടെ പരിഷത്ത് നഗറിലെ കടാവിളക്കിൽ തെളിയിക്കുന്നതോടുകൂടി ഈ 2025 ഹിന്ദുമത പരിഷത്ത് ആരംഭിക്കും. അതേപോലെ തന്നെ പരിഷത്തിന്റെ പ്രസിഡന്റ്, ഹിന്ദു മഹാമണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ PS നായർ പതാക ഉയർത്തും. അതോടുകൂടി ഈ വർഷത്തെ ചടങ്ങുകൾ ആരംഭിക്കും. ഉദ്ഘാടന സമ്മേളനം നടത്തുന്നത് നമ്മുടെ ബഹുമാന്യനായ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ്. സന്യാസി ശ്രേഷ്ഠൻ സമ്പൂജ്യ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ, ശ്രീമദ് ചിദാനന്ദ ഭാരതി സ്വാമികൾ, കുമ്മനം രാജശേഖരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഇറിഗേഷൻ മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ, അതേപോലെ തന്നെ MP ആന്റോ ആന്റണി, MLA പ്രമോദ് നാരായണൻ തുടങ്ങിയുള്ള ജനപ്രതിനിധികളും മറ്റ് പ്രമുഖന്മാരും ഉദ്ഘാടന സഭയിൽ പ്രഭാഷണങ്ങൾ നടത്തും. നിരവധി സമ്മേളനങ്ങൾ ഈ വർഷത്തെ പരിഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് 2-ാം ദിവസം നടക്കുന്ന ധർമാചാര്യ സഭയാണ്. ആ ധർമാചാര്യ സഭ ഉദ്ഘാടനം ചെയ്യുന്നത് പരമപൂജ്യ മുനി സത്യജിത്ത് മഹാരാജാണ്.
വാനപ്രസ്ഥ സാധകാശ്രമം, ഗുജറാത്താണ്. മറ്റ് സന്യാസ ശ്രേഷ്ഠന്മാരും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മൂന്നാം ദിവസം നടക്കുന്ന മാധ്യമ വിചാരം, മാധ്യമങ്ങളുടെ ഒരു പങ്കെടുപ്പിച്ച്, മാധ്യമങ്ങളുടെ പ്രവർത്തകരെ, അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വർഷം ചെറുകോൽപ്പുഴയിൽ സനാതന ധർമ്മവും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ ഒരു സെമിനാർ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രമുഖരായ സജിത് പരമേശ്വരൻ, മുൻ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മംഗളം, അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഷാജൻ സ്കറിയ, രാജേഷ് പിള്ള, ST വേണുകുമാർ, വടയാർ സുനിൽ, തവാല ശശികുമാർ തുടങ്ങിയുള്ള മാധ്യമ പ്രവർത്തകർ ഉൾക്കൊണ്ടുള്ള ഒരു സമ്മേളനമാണ് സനാതന ധർമ്മവും മാധ്യമങ്ങളും. അന്ന് തന്നെ ഉച്ച കഴിഞ്ഞുള്ള അയ്യപ്പ ഭക്ത സമ്മേളനം നമ്മുടെ ബഹുമാനായ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. അത് ആ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാന്യനായ ദേവസ്വം മന്ത്രി ശ്രീ VN വാസവനാണ്. ആ യോഗത്തിൽ നിരവധി ഹിന്ദു സംഘടനാ നേതാക്കന്മാർ, ശ്രീ വത്സൻ തില്ലങ്കേരി, ശ്രീമദ് സ്വാമി അയ്യപ്പദാസ്, ശ്രീമദ് സ്വാമി ഭവ്യാമൃത പ്രാണ, ശ്രീ വിജി തമ്പി തുടങ്ങിയവർ ആ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. ബുധനാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രാവശ്യത്തെ ഒരു സമ്മേളനം ഫെബ്രുവരി മാസം 5-ാം തീയതി ബുധനാഴ്ച നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനമാണ്. ആ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്താണ്. ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു ചരിത്ര നിയോഗം പോലെയാണ് ഈ വർഷത്തെ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ ലഭിച്ചത്. 113 വർഷം കടക്കുന്ന ഹിന്ദുമത പരിഷത്ത്, 113ാമത് വർഷത്തിലേക്ക് കടക്കുന്ന ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘം. ആ രാഷ്ട്രീയ സ്വയം സേവക സംഘം 100 വർഷം പൂർത്തിയാക്കിയാണ്. 100 വർഷം പൂർത്തിയാക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലക് 113ാമത്തെ വർഷം പൂർത്തിയാക്കുന്ന ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിലെ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. 10,000 പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അന്ന് നടക്കാൻ പോകുന്നത്. ഹിന്ദു സമൂഹത്തിലെ നായാടി മുതൽ നമ്പൂതിരി വരെ ഉള്ള വിഭാഗങ്ങളിലെ, ആദിവാസി മുതൽ യോഗക്ഷേമ സഭ വരെയുള്ള വിഭാഗങ്ങളിലെ ഹിന്ദു നേതാക്കന്മാര്, സന്യാസ ശ്രേഷ്ഠന്മാര്, അവരൊക്കെ അതിലെ പ്രത്യേക ക്ഷണിതാക്കളാണ്. ഒരു വലിയ മഹാസമ്മേളനമാണ് അന്ന് നടക്കാൻ പോകുന്നത്. അതിനുശേഷം ഫെബ്രുവരി 6-ാം തീയതിയാണ് പരിസ്ഥിതി സമ്മേളനം, പരിസ്ഥിതി സാംസ്കാരിക സമ്മേളനം വെച്ചിട്ടുള്ളത്. ആ പരിസ്ഥിതി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമകാര്യ സഹമന്ത്രി ശ്രീ ജോർജ് കുര്യനാണ്. അതിൽ അന്തർദേശീയ കായൽ കൃഷി ഗവേഷണ കേന്ദ്രത്തിന്റെ ഡയറക്ടർ ശ്രീ KG പത്മകുമാർ, അതേപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ NC ഇന്ദുചൂടൻ, പ്രകൃതി കൃഷി പ്രചാരകൻ ശ്രീ ഓമനകുമാർ അമ്പാടി തുടങ്ങി നിരവധി പ്രമുഖരാണ് ഈ പരിസ്ഥിതി സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഫെബ്രുവരി 7-ാം തീയതി നടക്കുന്ന സമ്മേളനത്തിൽ അമ്മയെ അറിയാൻ എന്ന ഒരു പ്രോഗ്രാം രാവിലെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ ശ്രീമതി ലക്ഷ്മി കനാത്ത്, ശ്രീമതി PR ലളിതമ്മ, ശ്രീ തുടങ്ങിയ പ്രമുഖരായ ആളുകൾ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അന്ന് തന്നെ വൈകിട്ട് ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന ആചാര്യ അനുസ്മരണ സമ്മേളനം, നമ്മുടെ ഗുരുക്കന്മാരെ, നമ്മുടെ പൂർവ്വസൂരികളെ ഒക്കെ അനുസ്മരിക്കുന്ന ആചാര്യ അനുസ്മരണ സമ്മേളനമാണ്. ആ ആചാര്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമദ് സ്വാമി വീതസംഗാനന്ദിയാണ്. അതിൽ പ്രമുഖരായ ബ്രഹ്മചാരി രാജേന്ദ്രൻ, മാതാജി കൃഷ്ണാനന്ദ പൂർണിമാമയി, ശ്രീമദ് ഭൂമാനന്ദ തീർത്ഥപാദർ, ആചാര്യ ഡോക്ടർ ആനന്ദരാജ് തുടങ്ങിയ ശ്രേഷ്ഠ വ്യക്തികൾ അതിൽ പങ്കെടുക്കുന്നു. ഫെബ്രുവരി മാസം 8-ാം തീയതി ശനിയാഴ്ച രാവിലെ യൂത്ത് പാർലമെന്റാണ്. അതിൽ ശ്രീ പ്രജിത് ജയപാൽ, ഡയറക്ടർ ദിവ്യാംഗ് ഫൗണ്ടേഷൻ, അദ്ദേഹം അതിൽ ക്ലാസ് എടുക്കുന്നു. അതേപോലെ തന്നെ പരിശീലകനായ ഡോക്ടർ TP ശശികുമാർ, സയന്റിസ്റ്റ്, മോട്ടിവേറ്റർ, നാഷണൽ ചെയർമാൻ പാഞ്ചേന്യം ഭാരതം, അദ്ദേഹവും അതിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അന്ന് ഉച്ചയ്ക്കാണ് വനിതാ സമ്മേളനം. ആ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യയായ ശ്രീമതി പ്രീതി നടേശനാണ്. SN ട്രസ്റ്റ് ബോർഡ് മെമ്പറാണ് ശ്രീമതി പ്രീതി നടേശൻ. ആ മാന്യ വ്യക്തി നമ്മളുടെ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിൽ സ്വാമിനി ദിവ്യാനന്ദപുരി, ഡോക്ടർ KK ഗീതാകുമാരി, ശ്രീമതി രഞ്ജു M പിള്ള എന്നീ പ്രമുഖ വ്യക്തികൾ അതിൽ സംസാരിക്കും. ഫെബ്രുവരി മാസം 9-ാം തീയതി സമാപന സമ്മേളനമാണ്. അന്ന് രാവിലെ കുട്ടികൾ, ബാലഗോകുലം മതപാഠശാല കുട്ടികളുടെ പ്രോഗ്രാമാണ്.
അതുപോലെ തന്നെ ഈ കൺവെൻഷന് മുന്നോടിയായി നടത്തിയ ആധ്യാത്മിക മത്സരങ്ങളുണ്ട്. അതിൽ വിജയിച്ച കുട്ടികൾക്ക് ഉള്ള ആ, പുരസ്കാരങ്ങൾ ഈ സമ്മേളനത്തിൽ വെച്ചാണ് വിതരണം ചെയ്യുന്നത്. അതിൽ ദേവി ജ്ഞാന വിജയാനന്ദ സരസ്വതി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ബാലഗോകുലത്തിന്റെ അധ്യക്ഷൻ, ദക്ഷിണ പ്രാന്തത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവർ അതിൽ പങ്കെടുക്കും. അന്ന് ഉച്ചയ്ക്ക് 3:30 സമാപന സഭ. ആ സമാപന സഭ ബഹുമാന്യനായ പശ്ചിമബംഗാൾ ഗവർണർ ശ്രീ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും. ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീ PS നായർ ആ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കും. അതേപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഒരു വിശിഷ്ട അതിഥിയായിട്ട് എത്തുന്നത് ജർമ്മനി മഠാധിപതി യോഗവിദ്യാ ആശ്രമം ജർമ്മനി, അവിടെ നിന്നുള്ള സ്വാമി സുഖദേവ് ജി ബ്രക്സ് എന്ന് പറയുന്ന സന്യാസി ശ്രേഷ്ഠനാണ്. അദ്ദേഹം തിരുവോൽപ്പുഴയിലെ ഈ വർഷത്തെ സമാപന സമ്മേളനത്തിലെ വിശിഷ്ട അതിഥിയായി എത്തുന്നു. അതുകൂടാതെ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ, രജിസ്ട്രേഷൻ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ, അതേപോലെ തന്നെ ആ യോഗത്തിലെ സമാപന സന്ദേശം നൽകുന്നത് ശ്രീമദ് സ്വാമി സ്വരൂപാനന്ദ സരസ്വതി, മഠാധിപതി ശിവാനന്ദാശ്രമം പാലക്കാട് എന്നീ സന്യാസി ശ്രേഷ്ഠൻ സമാപന സന്ദേശം നൽകും. അങ്ങനെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹാ മേളയാണ് പമ്പയുടെ തീരത്ത് നടക്കാൻ പോകുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആചാര്യ സമ്മേളനവും, അയ്യപ്പ ഭക്ത സമ്മേളനവും, വനിതാ സമ്മേളനവും, കുട്ടികളുടെ സമ്മേളനവും, പരിസ്ഥിതി സമ്മേളനവും, എല്ലാ മാധ്യമ വിചാരം വരെയുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ ഹിന്ദുമത പരിഷത്ത് നടക്കാൻ പോകുന്നത്. അതിന് ബഹുമാന്യരായ മാധ്യമങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം തിരുവോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് എന്ന് പറയുന്നത് ഭാരതമെമ്പാടും അറിയപ്പെടുന്ന ഒരു പരിഷത്താണ്. കാരണം ഭാരതത്തിലെ എമ്പാടുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ കഴിഞ്ഞു പോയ 112 വർഷങ്ങളിൽ അവിടെ എത്തുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ഹൈന്ദവ കൂട്ടായ്മയാണ് പമ്പാനദിയുടെ തീരത്ത് നടക്കുന്നത്.